അപ്പോൾ നമുക്ക് തേങ്ങയരപ്പ് തയ്യാറാക്കാം കേട്ടോ. കുറച്ച് തേങ്ങ, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഫ്രൈ കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വേസ്റ്റ് ഉലുവ ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഉള്ളി നന്നായി വഴറ്റുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കൊടംപുളി നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നാണ്, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് വഴറ്റി വന്നുള്ളൂ. സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഇപ്പോൾ ആ അരപ്പിലെ മിക്സിയിലുണ്ടായിരുന്നത് അത് കഴുകി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് നേരെ തക്കാളി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് എണ്ണ തെളിയുന്നത് കാണാൻ പറ്റും. എണ്ണ തെളിയുന്നവരെ ഏകദേശം ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പച്ചമണമൊക്കെ നമുക്ക് മാറി കിട്ടും ഇതിൻ്റെ. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 300 ഗ്രാം ഉണ്ട് പ്രോൺസ്. നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് തീ കുറച്ച് വെച്ച് വേവിക്കാം. ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ചാറൊക്കെ പറ്റിയിട്ടുണ്ട്. പ്രോൺസൊക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഇതിനകത്തേക്ക് വറുത്തിടണം. നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം ഉണക്കമുളക് ഇട്ട് കൊടുക്കും. അരിഞ്ഞ് വെച്ചിരിക്കണ ചെറിയ ഉള്ളിയും 2 കറിവേപ്പില. ഇനി നമുക്കിത് ഇതിൽ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രോൺസൊക്കെ നല്ല ചെറുതായിട്ടുണ്ട് കേട്ടോ.